കൊയ്ത്ത് നെല്ല് കൊയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത് കണ്ട. അപ്പൊ നെല്ല് കൊയ്തെടുക്കുന്നത് ഈ കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ചിട്ടാണ്. പണ്ടൊക്കെ മനുഷ്യൻ തന്നെയാണ് കൊയ്തെടുക്കുക. അപ്പൊ കൃഷി തന്നെ ഒരു വർഷത്തിൽ കൃഷി ചെയ്യുന്നത് 3 പ്രാവശ്യം കൃഷി ചെയ്യും. ഒന്ന് നമ്മൾ പറയുന്നത് മുണ്ടകൻ കൃഷി, അതൊരു 4 മാസം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരിപ്പ് കൃഷി, അതും 4 മാസം. അടുത്തത് പുഞ്ചകൃഷി. അങ്ങനെ 3 പ്രാവശ്യം കൃഷി ചെയ്യും. അതിന് 3 പേരുകളാണ്: വേനൽക്കാലം, ശരത്കാലം, മഴക്കാലം. അതുപോലെ തന്നെ 3 കൃഷികൾ. അപ്പൊ നിങ്ങളൊക്കെ പുഞ്ചകൃഷി മാത്രം കേട്ടിട്ടുണ്ടല്ലോ. കാരണം എന്താ? പുഞ്ചപ്പാടത്തെ പൂങ്കൊയിലേ പുന്നാരപ്പാട്ടൊന്ന് പാടാമോ, ഈ പാട്ട് ഭയങ്കര ഹിറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ പുഞ്ചകൃഷി മാത്രം കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് കൃഷി ചെയ്തിട്ട് അത് കൊയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്തേറ്റ് ഇത് കുറെ ഇങ്ങനെ കൂട്ടില്ലേ, അതിനെ പറയുന്നത് നമ്മൾ ചുരുട്ട്. അതായത് ഒരു വാഴക്കടയുടെ വണ്ണത്തിൽ അല്ലെങ്കിൽ 2 അടി വണ്ണത്തിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ചുരുട്ട്. ഈ ചുരുട്ടുകൾ ഒരു 5 എണ്ണം 10 എണ്ണം ഓരോരുത്തർ എത്ര ലോഡ് വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 5 10 എണ്ണം ഒരുമിച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കറ്റ. ഈ കറ്റ 5-10 എണ്ണം ഒരുമിച്ചിട്ട് അപ്പോൾ ഒരു 50 കിലോ ഒക്കെ തൂക്കായി. അത് തലയിൽ വെച്ച് ചുമട്ടായിട്ട് പാടത്തുനിന്ന് കയറ്റിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം ഞങ്ങൾക്ക് 10-50 വറയ്ക്ക് നിലം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പന് ആള് ഭയങ്കര ഒരു കൃഷിക്കാരനായിരുന്നു അന്നത്തെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇരുട്ടാകുമ്പോൾ ഒരു 5 മണിയാകുമ്പോൾ പണി നിർത്തും. വീട്ടിൽ പോയിട്ട് ഇവർ കുളിച്ച് ഭക്ഷണങ്ങളൊക്കെ അവിടെ പോയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതൊക്കെ രാത്രി കഴിച്ചിട്ട് രാത്രിയിൽ 7 മണി 8 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. അവിടെ അരിക്കലാമ്പ് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഈ ചുരുട്ടില്ലേ, ചുരുട്ടിൻ്റെ അറ്റത്തുള്ള ഈ നെല്ലിനെ ചവിട്ടി മെതിക്കുക എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ മണികളെടുക്കും. ചിലർ ചിലപ്പോൾ ഒരു 2 അടി ഉയരത്തിലൊരു തടി കഷ്ണം വയ്ക്കും, അതുമിട്ട് പൊട്ടും. അതിനുശേഷം തല്ലി എടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ കണ്ടോ കൊയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് കൊയ്തെടുക്കുന്നത് കണ്ടോ. ഈ ഞാറ് ഇങ്ങോട്ട് കൊയ്തെടുത്ത് അങ്ങനെ തന്നെ മെഷീനിൽ കൂടെ പോയിട്ട് അതിൻ്റെ നെല്ല് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നിറയും. അപ്പോൾ ഇത് ലോഡ് ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ കൃഷികൾ തന്നെ എത്ര തരമുണ്ട്? 3 തരം കൃഷിയുണ്ട്. ഒന്ന് എന്താണ് മുണ്ടൻ കൃഷി. അത് വേനൽക്കാലത്ത് നമ്മൾ കട്ടയൊക്കെ ഉടച്ചിട്ട് പൊടിമണ്ണിൽ വെതറിടും, എന്നിട്ടാണ് മുളച്ചു വരാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നെല്ല് കൊയ്തെടുത്തിട്ട് ആദ്യമൊക്കെ 7 പറ നെല്ല് മുതലാളിക്ക് തരുമ്പോൾ 1 പറ നെല്ല് ഈ തൊഴിലാളിക്ക് കൊടുക്കും. പിന്നീട് 6 പറയായി, 5 പറയായി, പിന്നെ 4 പറയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ചേട്ടോ ആ കൃഷിയുടെ കാശ് തന്നാൽ മതി, ഏത് വേലയ്ക്കുള്ള കൂലി തന്നാൽ മതി. അങ്ങനെ കൂലിക്കാണ് കൊയ്യോ. അല്ലാണ്ട് പിന്നെ ആൾക്കാർക്ക് പൈസ മതി എന്ന് പറഞ്ഞു. കാരണം നെല്ലിനൊക്കെ വില കുറഞ്ഞു ഇങ്ങനെ പോയിട്ട് നെല്ല് നഷ്ട കച്ചവടമായി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ നെല്ല് എടുത്തിട്ട് നോക്കിയാൽ ഇപ്പം കാണാം ഈ ട്രാക്ടറിൽ നിറയ്ക്കാൻ പോവാണ്. കണ്ടില്ലേ? അപ്പോൾ പണ്ടൊന്നും ഈ വകതകളില്ല. ആൾക്കാർ തന്നെ കൊയ്തെടുക്കണം, തലയിൽ ചോന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അതിനുശേഷം രാത്രി ഒന്ന് മെതിച്ച് അതിൻ്റെ നെല്ലെടുത്തിട്ട് പിന്നെ കുത്തി അരിയാക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇത് പാടത്ത് മാത്രമല്ല കൃഷി ചെയ്യുന്നത്, പണ്ടൊക്കെ പറമ്പുകളിലും കൃഷി ചെയ്യും. പറമ്പിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ, അതായത് ഉയർന്ന സ്ഥലത്ത്, നെൽവയലല്ല, നമ്മളുടെയൊക്കെ വീട്ടുമുറ്റത്തൊക്കെ കൃഷി ചെയ്യും. അതിനെയാണ് തേമാലി എന്നാണ് പറയുന്നത്, തേമാലി. അതിലേക്കൊക്കെ അപ്പോൾ വെള്ളം നനയ്ക്കുന്നത് കാളത്തേക്ക്. കാള 2 കാളേനെ ഒരു നോത്തം വെച്ച് കെട്ടിയിട്ട് ഒരു വലിയൊരു ബക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടാർ വീപ്പില്ലേ 200 ലിറ്ററിൻ്റെ ആ ബാരല് അങ്ങനെ തന്നെ കിണറ്റിലേക്ക് ഇറക്കിയിട്ട് ഈ കാളെ കൊണ്ട് കെട്ടി വലിച്ച് മുകളിൽ എത്തിയിട്ട് വെള്ളം കൊടുക്കും. അതാണ് കാളത്തേക്ക്. പിന്നെ അത് തന്നെ വേത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മളുടെ ക്രിക്കറ്റ് ബാറ്റ് പോലത്തെ ഉള്ള ഒരു വടി. അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു 10 ബക്കറ്റ് വെള്ളം കോര വയ്ക്കാൻ പറ്റും. അത്രയ്ക്കും വന്നൊരു തോടുണ്ടായിരിക്കും. അപ്പൊ ക്രിക്കറ്റ് ബാറ്റിന്റെ ഒരു വള്ളിമ കെട്ടി തൂക്കിയിടും. എന്നിട്ട് വെള്ളത്തിൽ കുത്തിയിട്ട് അങ്ങനെ പൊക്കുമ്പോൾ അതിൽ കൂടെ വെള്ളം മോളിക്ക് വരും. അത് വേത്ത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട അടുത്ത് തൊമ്മാന പാടത്തൊക്കെ ഒരു ചക്രം ചവിട്ട്, ഒരു കാളവണ്ടിയിൽ അല്ലെങ്കിൽ ചക്രം പോലത്തെ ഒരു ചക്രമാണ്. അതുമ്പോൾ ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഓരോ ഗ്യാപ്പുകൾ വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ വെള്ളം മോളിക്ക് ചാടിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ കയറ് കെട്ടി കൊട്ടത്തേക്കെന്ന് പറയും. കൊട്ടത്തേക്കിന് ഒരു കൊട്ട, അതായത് നിങ്ങളിപ്പോൾ ടയറിൻ്റെ കൊട്ടയല്ല, അന്ന് പനമ്പ് കൊണ്ടുള്ള മുള കൊണ്ടുള്ള കൊട്ടയാണ്. അതിൽ അതുക്കിങ്ങനെ
രണ്ടാള് അറ്റത്ത്, രണ്ട് സൈഡിൽ ഓരോ അറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വലിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറ്റും. അതിനാണ് കൊട്ടത്തേക്ക്. അതുപോലെ തന്നെ ഉണ്ട് ചക്കൻ ചവിട്ട്. കൂരിത്തിലാവുന്ന ഒരു സാധനമുണ്ട്, ഒരു വലിയൊരു വടി, അതിൻ്റെ അറ്റത്ത് ബാലൻസ് ചെയ്യാനായിട്ട് കുറേ കല്ല് വയ്ക്കും. ഒരു സൈഡിൽ ഈ ബക്കറ്റ്, അത് നമ്മുടെ കിണറ്റിലേക്ക് മുക്കിയിട്ട് പൊക്കുമ്പോൾ ഇതാണ് ലൂസ് ചെയ്യണമെങ്കിൽ ഈ വെയിറ്റ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി വരും. അതൊക്കെ അന്നത്തെ ഒരു അതാണ് കൊട്ടത്തേക്ക്. ഇങ്ങനെ പല വിധത്തിലുള്ള വെള്ളം നനയ്ക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുന്നു. ഇന്ന് പിന്നീടൊക്കെ കനാല് വെള്ളങ്ങൾ വന്നു, കനാലിൽ കൂടെയൊക്കെ വെള്ളം വരും, അങ്ങനെയുള്ള ഇതുകളൊക്കെ. അപ്പം ഇന്ന് ഈ കൃഷിക്കാരനൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്നൊക്കെ കൃഷി ചെയ്തെടുക്കുന്നത്, ഇന്നും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ കൃഷിക്കാരൻ ഇപ്പോൾ ഇന്ന് കൃഷി ചെയ്യാത്ത എന്താ കാരണം? കൃഷിക്കാരനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടോ, ഇപ്പോൾ ഒരു വേനൽക്കാലമാണ്, ഇനി മഴക്കാലം വരും. അപ്പോൾ ഈ മഴ പെയ്യുന്നതിന് മുമ്പ് കൃഷിക്കാരൻ്റെ എങ്ങനെയും നെല്ല് കൊയ്തെടുക്കണം. അപ്പോൾ ഈ വ്യവസായികൾ, ബിസിനസ്സുകാർ എന്ത് ചെയ്യും? അവർ നെല്ല് ഒന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഈ പാടശേഖരത്ത് കിടന്നിട്ട് അങ്ങോട്ട് മുളയ്ക്കും. മുള തുടങ്ങുമ്പോഴേക്കും കൃഷിക്കാരൻ പറഞ്ഞ ചേട്ടാ എത്രയെങ്കിലും കാശിന് മേടിക്കും, ഇത് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ കിടന്നിട്ട് കെഞ്ചി നടക്കും. അപ്പോൾ നമുക്ക് കൃഷിക്കാരനെ പറ്റിച്ച് ഈ നെല്ലൊക്കെ നിസ്സാര വിലയ്ക്ക് ഇങ്ങോട്ട് മേടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മില്ലിൽ കൊണ്ടായിട്ട് കൊടുക്കാം. അത് കുത്തിയിട്ട് അരി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഭയങ്കര വില, കിലോയ്ക്ക് 45 രൂപ. അപ്പം നെല്ല് മേടിക്കുന്നത് വെറും 10-20 രൂപയ്ക്ക്. അത് ഗവൺമെൻറ് കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യണ കൊണ്ട് മാത്രമാണ് 20 രൂപയ്ക്കൊക്കെ നെല്ല് മേടിക്കുന്നത്. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് നെല്ല് കൊണ്ട് നമുക്ക് പറ്റിച്ചിട്ട് ഇങ്ങോട്ട് മേടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് കച്ചവടം ചെയ്ത് ഇഷ്ടംപോലെ കാശുണ്ടാക്കാം. അപ്പോൾ കൃഷിക്കാർക്ക് അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ കൃഷിയൊക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട. അതുകൊണ്ടാണ് ഇതുപോലത്തെ കൊയ്ത്ത് യന്ത്രങ്ങൾ വന്നത്. അവന് ജീവിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഇന്ന് നമുക്കൊരു എന്ത് ജോലി, ഇപ്പോൾ അപ്പോളോ ടയർ കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസോ ഒരു പോലീസുകാരനോ എന്ത് ജോലിക്കും ലാഭമുണ്ട്, ബുദ്ധിമുട്ടേണ്ട, ഇഷ്ടംപോലെ പണം കിട്ടും, മാസ ശമ്പളം കിട്ടും, കൈക്കൂലി കിട്ടും. ഇതൊന്നും നമ്മൾ ആരെയും പഠിപ്പിച്ചോണ്ട. പക്ഷേ കൃഷി ചെയ്താൽ നല്ല ലാഭമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ടി വിയിലും പേപ്പറിലൊക്കെ ഇങ്ങനെ ഘോരം ആഘോഷിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അവൻ കൃഷി ചെയ്താലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫൈറ്റ് വന്നതിന് ശേഷമാണ് നമ്മളുടെ കേരളത്തിൽ കൃഷി ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഇവിടെ മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ പൊളിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇതുണ്ടായാൽ കൃഷിയൊക്കെ ഭയങ്കര വിലയാവും. അവിടെ നിന്ന് പച്ചക്കറികളും സാധനങ്ങളും വരാനുണ്ടാവും. അന്നാണ് നമ്മൾ കൃഷിയെ പറ്റിയിട്ട് ആലോചിക്കുള്ളൂ. അപ്പോൾ ഇന്ന് പാവം കൃഷിക്കാരനെ നമുക്ക് പറ്റിച്ച് നമുക്ക് തിന്നാം. അതാണ് എൻ്റെയും നിങ്ങൾ പലരും ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ആരും കൃഷി ചെയ്യണില്ല, ഞാനും കൃഷി ചെയ്യണില്ല. കാരണം എന്താണ്? ലാഭമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടാൻ കാരണം എന്താണ്? അത് നഷ്ടക്കച്ചവടം എന്നുള്ളത് എല്ലാ മനുഷ്യനും ഇന്നറിയാം. അപ്പോൾ കേരളത്തിൽ കൃഷി എന്ന് പറയുന്നത് ലാഭകരമല്ലെന്ന് ഞാൻ പറയണ്ട, എൻ്റെ അപ്പനും അറിയാം, എൻ്റെ അമ്മയ്ക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങളും ഞാനൊക്കെ ഒന്നല്ലെങ്കിൽ ഡ്രൈവർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അല്ലെങ്കിൽ കമ്പനികൾ, IT മേഖല ഇതൊക്കെ തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവർക്കും കൃഷിക്കാരനെ നമുക്ക് പറ്റിച്ച് നമുക്ക് തിന്നാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ പണ്ട് കൃഷിയൊക്കെ ചെയ്യുന്നത് കണ്ട മഴേനെ ആശ്രയിച്ചിട്ടും ഇതൊക്കെയായിരുന്നു. പിന്നീട് കനാലുകൾ വന്നു, വെള്ളമൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാവർക്കും കൃഷിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ മനസ്സിലായി. കൃഷി എന്താണ് ചെയ്യാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ മഴ വരുന്നതിന് മുമ്പ് അവൻ്റെ വിള നശിച്ചു പോവും, ഏത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആ സമയത്ത് മഴക്കാലം തുടങ്ങുമ്പോൾ ഇവനെ പറ്റിച്ച് അരി മേടിക്കാം, ഒക്കെ മേടിക്കാം. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ സുഖമായിട്ട് ചെയ്യുന്നത്. അവൻ്റെ കാര്യം കട്ടപ്പോക. അപ്പം ഞാനൊക്കെ കൃഷി ഉപേക്ഷിച്ചു.